ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, എക്കോസ്കേപ്സിലെ. അപ്പോൾ അത് എഴുതിയിട്ടുള്ളത് കിഷോർ റാമാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു സമ്മറി ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇതിൽ 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മാനേജിങ് നാച്ചുറൽ ഡിസാസ്റ്റർ, man-made disaster, coping with personal emergency situations, disaster preparedness and rehabilitation. ഈ ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണും. വിത്ത് എ സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നമ്മൾ ഇതിനെതിരെ ഒരു പ്രിക്കോഷൻസ് മുന്നോട്ടെടുക്കും എന്ന തരത്തിലായിരിക്കും ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് കിഷോർ റാമിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നോക്കാം. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാസ്ട്രോട്രോപ്പിക് ഇവൻ്റാണ്. അത് നമ്മുടെ സൊസൈറ്റീനെയും ഹ്യൂമൻ ലൈഫിനെയും എക്കണോമിക് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ലോസിനെയെല്ലാം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഡിസാസ്റ്റർ റിസൾട്ട് ചെയ്യുന്നത് സീരിയർ ഇഞ്ചുറീസ്, അതുപോലെ തന്നെ ഡെത്ത് ആൻഡ് ലോസ് ഓഫ് പ്രോപ്പർട്ടീസ്, ഇതിനെല്ലാം തന്നെ ഡിസാസ്റ്റേഴ്സ് ലീഡ് ചെയ്യുന്നുണ്ട്. Man-made disasters adversely affect human biomes, ecosystem. അപ്പോൾ man-made ഡിസാസ്റ്റർ ഉണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് പുറമേ man-made ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ അത് ബയോംസിനെയും ഹ്യൂമൻസിനും എക്കോസിസ്റ്റത്തിനും ഒക്കെ തന്നെ അഡ്വേഴ്സ് ആയിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. ഫയേഴ്സ്, ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡൻറ്റ്സ്, സ്ട്രക്ചറൽ ഫെയിലിയേഴ്സ്, ഇതിൽ കുറച്ചെണ്ണം എക്സാമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചു വച്ചേക്കണം. അപ്പം ഇതിനെതിരെ ഒരു പ്രോപ്പറായിട്ടുള്ള അവയർനെസ്സും എഡ്യൂക്കേഷനും പ്രഡിക്ഷനും പ്രിപ്പയർഡ്നെസ്സും വേണം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയാലും ഇപ്പോൾ പെട്ടെന്നൊരു ഫ്ലഡ് ഉണ്ടാവുകയാണ്, അവിടെ പെട്ടെന്ന് എടുക്കാനുള്ള പ്രിക്കോഷൻസ് അതെങ്ങനെ എടുക്കാം, ഇതൊക്കെ ബോധ്യവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഇന്ന് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മാനേജിങ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ഈ ഒരു യൂണിറ്റ് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മാനേജിങ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അതിലൊരു പൊയവും വരും, നിങ്ങൾക്കറിയാം, ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിലെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കുറേ ഫങ്ഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. സെൻട്രൽ മിനിസ്ട്രി, അതിൻ്റെ ഫുൾ ഫോം, അവരെന്താണ് ചെയ്യുന്നത്, വാട്ടർ അതോറിറ്റി, ഫ്ലഡ് അതോറിറ്റി, ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഈ ചാപ്റ്റർ നിങ്ങൾ നല്ല സീരിയസ് ആയിട്ട് തന്നെ കേട്ടിരുന്ന് പഠിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മിനിസ്ട്രി ടേക്സ് കെയർ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടേക്ക് കെയർ ചെയ്യുന്ന മിനിസ്ട്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഈസ് ദ സെൻട്രൽ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ആണ് ടേക്ക് കെയർ ചെയ്യുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടേക്ക് കെയർ ചെയ്യുന്നത് സെൻട്രൽ മിനിസ്ട്രി ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് മിനിസ്ട്രി ഈസ് ദ നോഡൽ മിനിസ്ട്രി ഫോർ ഡ്രാഫ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ? ഓരോ ക്വസ്റ്റ്യനും വായിച്ച് നോക്കണം. നോഡൽ മിനിസ്ട്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രാഫ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യയിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് അസൈൻഡ് ടു ദി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിലെ മിനിസ്ട്രിക്കാണ് ഡ്രാഫ്റ്റ് മാനേജ്മെൻറ്റ് അസൈൻ ചെയ്തിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ നോഡൽ ഓഫീസർ ഫോർ നാച്ചുറൽ ഡിസാസ്റ്റർ ഇൻ ഇന്ത്യ? ഇന്ത്യൻ നാച്ചുറൽ ഡിസാസ്റ്ററിൻ്റെ നോഡൽ ഓഫീസർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സെൻട്രൽ റിലീഫ് കമ്മീഷണർ ഇൻ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഫങ്ഷൻസ് as the നോഡൽ ഓഫീസർ ഫോർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ നോഡൽ ഓഫീസർ ആയിട്ടുള്ളത് സെൻട്രൽ റിലീഫ് കമ്മീഷണറാണ്. സെൻട്രൽ റിലീഫ് കമ്മീഷണർ മറന്നുപോകരുത്. വാട്ട് ഈസ് ദ പോയറ്റ്സ് ജോബ് ഇൻ ദ പോയം ദ ട്രൂത്ത് അബൌട്ട് ദ ഫ്ലഡ്സ്? ദ ട്രൂത്ത് അബൌട്ട് ദ ഫ്ലഡ്സ് എന്ന് പറയുന്നതിൽ പോയറ്റിൻ്റെ ജോബ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Esgale adopts the voice of a journalism who goes into poor urban towns to interview the residents. പാവങ്ങളായിട്ടുള്ള അർബൻ ടൗൺസിൽ റെസിഡൻസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു പാവപ്പെട്ട ജേർണലിസ്റ്റാണ് നമ്മുടെ പോയറ്റ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ആക്ഷൻ ടേക്കൺ ബിഫോർ ഹാൻഡ് ബൈ ദ കമ്മ്യൂണിറ്റി ഓഫ് ഡിസാസ്റ്റർ പ്രോൺ ഏരിയ
ടു മിറ്റിഗേറ്റ് ദ എഫേർട്സ് ഓഫ് പൊട്ടൻഷ്യൽ ഡിസാസ്റ്റർ ഈസ് കാൾഡ്. അപ്പോൾ അത് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. കമ്മ്യൂണിറ്റി പ്രിപ്പയർഡ്നെസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ ഏരിയയെ മിറ്റിഗേറ്റ് ചെയ്ത് എഫക്റ്റിനെ, പൊട്ടൻഷ്യൽ ഡിസാസ്റ്ററിൻ്റെ എഫക്റ്റിനെ മിറ്റിഗേറ്റ് ചെയ്യുന്ന എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. കമ്മ്യൂണിറ്റി പ്രിപ്പയർഡ്നെസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിച്ചു. അതിന് നമുക്ക് ഈ പാഠത്തിലെ മെയിനായിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 2 മാർക്ക് ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് CWC? CWCയുടെ ഫങ്ഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ആദ്യം എന്താണ് CWC എന്നറിയണം. CWC എന്ന് പറഞ്ഞാൽ ദ സെൻട്രൽ വാട്ടർ കമ്മീഷനെയാണ് CWC എന്ന് പറയുന്നത്. അപ്പം CWCയുടെ ഫങ്ഷനാണ് ചോദിച്ചേക്കുന്നത്. The Central Water Commission is responsible for the monitoring of flood situation through Central Control Room during monsoon period. മൺസൂൺ പീരീഡിലൊക്കെ സെൻട്രൽ ഫ്ലഡ് കമ്മീഷണർ, അതായത് വാട്ടർ കമ്മീഷണർ, ആ ഒരു ഫ്ലഡിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ മൈനോറിറ്റ് ചെയ്യുന്നതാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. They issue flood forecasters when the river stage is forecasting situation is above the warning level. ഇപ്പം നമ്മുടെ റിവേഴ്സൊക്കെ വാർണിംഗ് ലെവലിനേക്കാൾ എബോവ് ആവുകയാണെങ്കിൽ the warning level is 1 meter below the danger level for the forecasting site. Around 60,000 flood forecasts are issued annually. The forecast issued by CWC prove to be very useful in saving life and public properties as a result of timely action by authorities. അപ്പം നമ്മുടെ വാർണിംഗ് ലെവലിന് 1 മീറ്റർ ബിലോ എത്തുമ്പോൾ തന്നെ ഇവർ ആ ഫോർകാസ്റ്റിംഗ് സൈറ്റ്, അതായത് ഇപ്പം റിവേഴ്സൊക്കെ ഫ്ലഡ് ആവാൻ സാധ്യതയുള്ള ആ സൈറ്റ്സിൽ 60,000 ഓഫ് ആനുവലി അവർ ഫോർകാസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ പബ്ലിക്സിനെയും അതുപോലെ തന്നെ പബ്ലിക് പ്രോപ്പർട്ടീസ് അവരുടെ ലൈഫും സേവ് ചെയ്യുന്നതിനുള്ള ആക്ഷൻസ് ഈ അതോറിറ്റീസ് സ്വീകരിച്ചു തുടങ്ങും. അതാണ് നമ്മുടെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ, അതായത് CWCൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് മേജറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺസൂൺ പീരീഡിലാണെന്നുള്ള കാര്യവും കൂടെ ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്ട്രോം സർജ്. നിങ്ങൾ ഈ ടേംസൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. സ്ട്രോം സർജ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. Storm surge is a rise in sea level that occurs during tropical cyclones or induced storms. അതായത് നമുക്കറിയാമല്ലോ, ഈ ചുഴലിക്കാറ്റ് അതുപോലെ തന്നെ ന്യൂനമർദ്ദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സീ ലെവലിൽ വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യുന്ന അതിനെയാണ് ഈ സ്ട്രോം സർജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ടൈഫോൺസ് ഓർ ഹെറിക്കെയിൻസ് എന്നും ടൈഫോൺസ് എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. A storm surge is referred as to the storm flood, tidal surge or storm tide. ഇതെന്ന് പറയുന്നത് storm flood ആണ്, അല്ലെങ്കിൽ tidal surge ആണ്, storm tide ആണ്. It is a coastal flood or tsunami like a phenomenon of rising water. ഈ storm surge എന്ന് പറയുമ്പോൾ ഒരു സുനാമി പോലെ അല്ലെങ്കിൽ റൈസിങ് വാട്ടർ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അത്തരത്തിലുള്ളൊരു ഫിനോമിനയാണ്. Most cascades during tropical cyclones occurs as the result of storm surge. Storm surges മൂലമാണ് പലതരത്തിലുള്ള സൈക്ലോൺസ് ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, ന്യൂനമർദ്ദം ഇവിടെ ഉണ്ടായി, അപ്പോൾ ഇത്തരത്തിൽ ഒരു സൈക്ലോൺ ചുഴലിക്കാറ്റ് കടലിൽ രൂപപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അത് തന്നെയാണ് ഈ സ്ട്രോം സർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടേംസ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വാട്ട് ഡിഡ് ദ പോയിറ്റ് സീ എസ് ബാറ്റ്പാൽ? ബാറ്റ്പാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് എന്ത് കണ്ടു എന്നാണ് പറയുന്നത്. ഹി ഹിയർഡ് ദ ചിൽഡ്രൻ വൈൽ വിത്ത് ഹങ്കർ. ദർ വാസ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഡിസ്പെയർ പ്രിവാലിംഗ് ത്രൂ ഔട്ട് ദ വില്ലേജ്. അപ്പം അദ്ദേഹം ആ ഒരു സ്ഥലത്ത് കണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾ വിശപ്പ് കാരണം നിലവിളിക്കുന്ന ശബ്ദങ്ങളാണ് കേട്ടിട്ടുള്ളത്. ആ വില്ലേജിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഡിസ്പെയർ ആണ്, പ്രിവാലിംഗ് ആണ്. ആ വില്ലേജ് മൊത്തത്തിലൊരു ശോകം പിടിച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഹീ സോട്ട് ദ ഹെൽപ്പ് ഓഫ് അതർ മെൻ ടു ഓർഗനൈസ് ഫുഡ് റിലീഫ് ആക്ടിവിറ്റീസ്. മറ്റ് ആൾക്കാരൊക്കെ ഫുഡ് റിലീഫ് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നതും അവിടെ കാണാൻ പറ്റും. ബട്ട് ദേ ടേൺ ദെയർ ബാക്ക് ഓൺ ഹിം അണ്ടിൽ ദേ ഹോൾഡ് ദം ദാറ്റ് ഹി വാസൻറ്റ് എ ഗവൺമെൻറ്
ഓഫീഷ്യൽ, അതൊരു ഗവൺമെൻറ് ഓഫീഷ്യൽ അല്ല എന്ന് അറിയുമ്പോൾ ഇവരെല്ലാം ടേൺ ബാക്ക് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗവൺമെൻറ് ഒഫീഷ്യൽ അല്ല ഈ ഫുഡ് ഓർഗനൈസേഷനൊക്കെ നടത്തുന്നത്, അത് അവിടെ ഉള്ള കുറച്ച് മെൻ ചേർന്ന് നടത്തുന്ന ആക്ടിവിറ്റിയാണ്. 4th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രസിപ്പിറ്റേഷൻ ഫ്ലഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസിപ്പിറ്റേഷൻ ഫ്ലഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. The liquid and solid water particles that falls from clouds and reach the ground are known as precipitation. ആദ്യം precipitation എന്തെന്നാണ് പറയുന്നത്. ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിളാണ് എവിടെ നിന്ന് വരുന്നത്, ക്ലൗഡ്സിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഫോൾ ചെയ്യുന്ന ആ ഒരു പാർട്ടിക്കിളിനെയാണ് precipitation എന്ന് പറയുന്നത്. These particles include drizzles, rain, snow petal, ice crystals and hail. ഇതൊക്കെ വരാം. റെയിൻസ് വരാം, ഐസ് ക്രിസ്റ്റൽസ് വരാം, സ്നോസ് വരാം. ഇതെല്ലാം ഈ precipitation ആയിട്ട് വരാം. Precipitation flood include flood due to heavy rainfall, flash floods due to sudden violent rainstorms or melting of snow. ഈ precipitation flood എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഹെവി റെയിൻഫാളോ അത്തരത്തിൽ വരുന്ന ഒരു ഫ്ലഡ്, ഒരു വയലൻ്റ് ആയിട്ട് പെട്ടെന്ന് വരുന്ന ഒരു വയലൻ്റ് ഓഫ് റെയിൻ സ്റ്റോം അല്ലെങ്കിൽ സ്നോ മെൽറ്റ് ചെയ്തുണ്ടാവുന്ന ഫ്ലഡ്, ഇതിനെയൊക്കെയാണ് precipitation ഫ്ലഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ ഡ്യൂറിങ് എ ഡിസാസ്റ്റർ. ഒരു ഡിസാസ്റ്റർ ടൈമിൽ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ റോളാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഡിസ്ട്രിക്ട് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഈസ് ഹെഡഡ് ബൈ ഡിസ്ട്രിക്ട് കളക്ടർ ഹൂ ഈസ് ആൾസോ ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. She or he coordinates various departments like police, health, public relation, fire, forest, public work, etc. to operate at a disaster site. അപ്പം ഡിസ്ട്രിക്ട് ലെവലിലുണ്ടാകുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഹെഡാണ് ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നത്. അപ്പം അവർക്കെന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ കോർഡിനേറ്റ് ചെയ്യണം. ആരെയൊക്കെ? പോലീസ്, ഹെൽത്ത്, പബ്ലിക് റിലേഷൻ, ഫയർ, ഫോറസ്റ്റ്, അത്തരത്തിലുള്ളവരെയൊക്കെ ആ സൈറ്റിലോട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുന്നതുമാണ് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ റോളെന്ന് പറയുന്നത്. ദ ഡിസ്ട്രിക്ട് കളക്ടർ ചാർട്ട്സ് ഔട്ട് ആൻഡ് ആക്ഷൻ പ്ലാൻ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് റിസീവ്ഡ് ഫ്രം ദ സ്റ്റേറ്റ് ക്രിസിസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് SCMG, അതായത് സ്റ്റേറ്റ് ക്രിസിസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് റിസീവ് ചെയ്യുകയും അതിനനുസരിച്ച് ഒരു ആക്ഷൻ പ്ലാൻ ചാർട്ട് ചെയ്യുകയും ചെയ്യണം. She or he set up the district relief committee which established relief camps and control rooms. ഡിസ്ട്രിക്ട് റിലീഫ് കമ്മിറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് റിലീഫ് ക്യാമ്പും കൺട്രോൾ റൂമും ഒക്കെ സെറ്റ് ചെയ്യാനുള്ളത് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ റോളാണ്. The collector coordinates day-to-day activities, provides medical care facilities, takes steps to prevent epidemics. He interacts with the media to give updates. അപ്പം അതുപോലെ തന്നെ അദ്ദേഹം ഡേ ആക്ടിവിറ്റീസ് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ്, അല്ലെങ്കിൽ ഷീ ഓർ ഹി ആരായാലും അവരുടെ കൺട്രോളിലാണ്. മെഡിക്കൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഒരു രോഗം പടർന്നു പിടിക്കാതെ നോക്കൽ, ഇതെല്ലാം അവരുടെ അപ്ഡേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറിന് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ഥലത്ത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ് പ്ലേസിൽ ഹെഡായിട്ട് ആക്ട് ചെയ്യേണ്ട റോളാണ്. വളരെയധികം വലിയൊരു ഫങ്ഷനാണ് അവർക്ക് അവിടെ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് എസ്സേ ആണ്. ഈ ചാപ്റ്ററിൻ്റെ വരുന്ന ബേസിക് ആയിട്ടുള്ളത് എസ്സേ ആണ്. ക്വസ്റ്റ്യൻ പറയാം. ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡ്യൂറിങ് എ ഡിസാസ്റ്റർ. നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഓൾ ടോട്ടൽ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ വരുന്നതായിരിക്കും. ആൻസർ: ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസ്റ്റ് വിത്ത് ദ സ്റ്റേറ്റ്സ്. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാൻഡിൽസ് റെസ്പോൺസിബിലിറ്റീസ് റിലേറ്റഡ് ടു റെസ്ക്യൂസ്, റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ഫ്ലഡ് അഫക്റ്റഡ് വിക്ടിംസ്. അപ്പം റെസ്പോൺസിബിലിറ്റി, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഓരോ സ്റ്റേറ്റിനാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള റിലീഫും റീഹാബിലിറ്റേഷനും നൽകാനുള്ളത്. The central government supplements the efforts of state government by
പ്രൊവൈഡിങ് അഡ്യൂക്ക് സപ്പോർട്ട്. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് MHA. The Ministry of Home Affairs is the central ministry of Government of India for disaster management. സെൻട്രൽ മിനിസ്ട്രിയുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു പോർഷനാണ് ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്ന് പറയുന്നത്. ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിവിഷൻ ഇൻ ദി MHA കോർഡിനേറ്റ്സ് വിത്ത് ഡിസാസ്റ്റർ അഫക്റ്റഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പം ഈ MHA ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുകയും അത് ഓരോ സ്റ്റേറ്റിലും ആ കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നോഡൽ മിനിസ്ട്രീസ് ആർ അസൈൻഡ് ടു ഡീൽ വിത്ത് ഡിസാസ്റ്റർ റിലേറ്റഡ് ടു ദെയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ നോഡൽ മിനിസ്ട്രീസ് ആണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസാസ്റ്ററിനെ അസൈൻ ചെയ്യുന്നത്. ദേ ആൾസോ കോർഡിനേറ്റ് ആൾ ആക്ടിവിറ്റീസ് അറ്റ് ദ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. എല്ലാ ആക്ടിവിറ്റീസും സെൻട്രൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും സ്റ്റേറ്റിലും ഡിസ്ട്രിക്ട് ലെവലുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയാണ് അവരുടെ ഡ്യൂട്ടി. The Central Relief Commissioner is the Ministry of Home Affairs function as the nodal officer for natural disasters in India. നമ്മൾ ആദ്യമേ പറഞ്ഞു ദ സെൻട്രൽ റിലീഫ് കമ്മീഷണർ ആണ് ഇത്തരത്തിലുള്ള ഒരു നോഡൽ ഓഫീസറായിട്ട് ആക്ട് ചെയ്യുന്നത്. എവിടെ? ഡിസാസ്റ്റർ ഇൻ ഇന്ത്യയിലെ നോഡൽ ഓഫീസറായിട്ട് ആക്ട് ചെയ്യുന്നത്. The Central Relief Commissioner is provided with information about weather and possibilities of storm or heavy rain by Indian മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് IMD. ഒരുപാട് ഫുൾ ഫോം ഉണ്ട് കേട്ടോ. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് IMD ആൻഡ് ദ സെൻട്രൽ വാട്ടർ കമ്മീഷണർ CWC. അപ്പം നമ്മുടെ ഈ സെൻട്രൽ റിലീഫ് കമ്മീഷണർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം വെതറിനെ പറ്റിയുള്ളയും അതുപോലെ തന്നെ ഹെവി റെയിൻഫാള് സ്ട്രോം ഇവരുടെയൊക്കെ അഭിപ്രായം തേടും. IMDയുടെയും CWCയുടെയും ഒക്കെ അഭിപ്രായം തേടി വെതേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേഷൻ നൽകുന്നതാണ്. ഇൻ ദ ഇവൻറ്റ് ഓഫ് എ പൊട്ടൻഷ്യൽ ത്രെറ്റ് ദ സെൻട്രൽ റിലീഫ് കമ്മീഷണർ വിൽ ഇൻഫോം ദ ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. എന്തെങ്കിലും തരത്തിലുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ സെൻട്രൽ റിലീഫ് കമ്മീഷണർ ക്യാബിനറ്റ് സെക്രട്ടറി MHAയുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലെ ക്യാബിനറ്റ് സെക്രട്ടറിയെ വിവരമറിയിക്കും. who in turn will inform the National Crisis Management Committee. അപ്പോൾ നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഈ കാര്യം നമ്മുടെ നാഷണൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി NCMC അവരെ അറിയിക്കും. ആൻഡ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് മിനിസ്ട്രീസ്. അത് അവർക്ക് ശേഷം സെൻട്രൽ മിനിസ്ട്രിയിലെയും സ്റ്റേറ്റ് മിനിസ്ട്രിയിലോട്ടും ഈ വിവരം അറിയിച്ചു കൊടുക്കും. The central government provides financial and logistic support in case of major disaster. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ളതൊക്കെ സപ്പോർട്ട്സ് ഈ മേജർ ഡിസാസ്റ്റേഴ്സിന് എത്തിച്ചു കൊടുക്കും. ദ ലോജിസ്റ്റിക് സപ്പോർട്ട് ഇൻക്ലൂഡ്സ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് ബോട്ട്സ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ചാർട്ട് out an action plans as per the instruction received from the State Crisis Management Group SCMGയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ബോട്ട്സ് ആയാലും ഹെലികോപ്റ്റേഴ്സ് അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എത്തിച്ചു കൊടുക്കും. She sets up the district relief committee which established relief camp, control room, coordinated day activities and provides medical care facilities. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആ ഡിസ്ട്രിക്ട് റിലീഫ് കമ്മിറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും റിലീഫ് ക്യാമ്പ്സും കൺട്രോൾ റൂംസും ഓപ്പൺ ചെയ്യുകയും അതുപോലെ തന്നെ ഡേ ബൈ ഡേ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയും മെഡിക്കൽ കെയർസും ഫെസിലിറ്റീസും ഒക്കെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. The collector also takes steps to prevent epidemics and interacts with the media to give updates. ഈ മീഡിയയ്ക്ക് അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രിവെൻഷനും കളക്ടർ എടുക്കുന്നുണ്ട്. The district relief committee also include logical legisters. All the operation are linked to the state through state crisis management group and the district through district relief committee. അപ്പോൾ എല്ലാ ഓപ്പറേഷനും സ്റ്റേറ്റ് ക്രിസിസ് മാനേജ്മെൻറ്റും ഡിസ്ട്രിക്ട് റിലീഫ് കമ്മിറ്റിയും വഴി അവർ അപ്ഡേറ്റ് ചെയ്യുകയും എല്ലാ ഓപ്പറേഷനും സക്സസ് ആവുകയും ചെയ്യുന്നുണ്ട്. Thus through center, state, district coordinator, the disaster management system functioning effectively in our country. അപ്പോൾ ഈ ഇത്തരത്തിൽ സെൻട്രൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കോർഡിനേഷൻ മൂലമാണ് നമ്മുടെ